ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ച്. വാലന്റൈൻസ് ഡേക്ക് ലവേഴ്സിന് കൊടുക്കാനുള്ളൊരു സമ്മാനമായിട്ടായിരിക്കുമോ പ്രേമലുവിൻ്റെ വരവ്? നെസ്ലിൻ മമിത കോംബോയിൽ ഇറങ്ങിയ പ്രേമലു എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. അതെ അതെ, കോമഡി ആയിരുന്നു കൂടുതൽ ഇഷ്ടം. കൂടുതലും ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതായത് ഇതിന് മുന്നേ ഒരു സിനിമയിൽ ഇതിൽ മെയിൻ കഥാപാത്രം എല്ലായിരുന്നു സൈഡായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിലും കൂടുതൽ ആൾ കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫുൾ ആളെ കാണിച്ചപ്പോഴെല്ലാം എല്ലാവരും ചിരിയായിരുന്നു. ഓരോ മൊമെൻറ്റ്സും ആളുടെ ഓരോ ഡയലോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൈഡാക്കിയെന്ന് തോന്നിയില്ല, കാരണം ഉള്ളപ്പോഴെല്ലാം എല്ലാവർക്കും കോമഡി ആയിട്ടും ചിരിയായിട്ടും തോന്നിയത്. പ്രേമലുവാണ്, കൊള്ളാം, ഒന്ന് രസമുണ്ട്. ഫാമിലി മൂവിയാണോ? ഫാമിലി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഫാമിലി കുഴപ്പമില്ല, നല്ല രസമായിരുന്നു, നല്ല ഇഷ്ടമായി. പാട്ടായിരുന്നു, സൂപ്പറായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നമ്മൾ പുതുമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് നല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫുൾ ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല തമാശകളുണ്ടായിരുന്നു. നമ്മളുടെ തന്നെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ഫീലായിരുന്നു മൂവി കണ്ടുകൊണ്ടിരുന്ന ഫുൾ ടൈം നമുക്ക് എൻ്റെ ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ. നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടോ? നല്ല കുറേ ചിരിച്ചു, ചിരിക്കാൻ ഒത്തിരി ഒരുപാടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. പടം സൂപ്പറാണ്, നല്ല ഡയറക്ഷൻ, നല്ല മേക്കിംഗ്, നസ്ലിയും ഗംഭീരമായി കളഞ്ഞു. പടം സ്റ്റോറിയല്ല, പടം മേക്കിംഗ് ആണ്. പടം ഭയങ്കര കളർഫുള്ളാണ്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീരമാണ്, പടം വിജയിക്കും, സൂപ്പർ ഹിറ്റാവും. ഓക്കെ, നല്ല സിനിമയാണ്, അഭിനയം നന്നായിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണ്, നല്ല അടിപൊളി സിനിമയാണ്. ഇപ്പോഴത്തെ ജനറൽ മാച്ച് ചെയ്യുന്ന സാധനമല്ല. ഇഷ്ടപ്പെട്ടു. ഫാമിലി എല്ലാവർക്കും കാണാം. നല്ല ഫുൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാനും ഒക്കെ ഉണ്ട്. കോമഡി ഉള്ളൂ, ഉണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട്. അതെ, എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല സിനിമയാണ്, കൊള്ളാം, നല്ല മൂവിയാണ്, കോമഡിയൊക്കെ ഉണ്ട്, എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്, സൂപ്പറായിരിക്കുന്നു. ആ പടം കൊള്ളാം, കൊള്ളാം, നല്ല നല്ല പടം. കോമഡി ഉണ്ട്, കോമഡി കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമ. അടുത്ത കാലത്ത് ഇറങ്ങിയില്ല, നല്ല സിനിമ അല്ലേ? ഇഷ്ടമായി, നല്ല സിനിമ. നല്ല സിനിമ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയില്ല, ഏറ്റവും നല്ല സിനിമ. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, ഗംഭീര പടമാണ്, എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഷുവർ ഷോട്ട് ചെയ്തിട്ടാണ്, ഷുവർ ഷോട്ട് എല്ലാം നന്നായിട്ടുണ്ട്, കിടിയായിട്ടുണ്ട്. അവൻ്റെ സൈഡായിപ്പോയി, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമില്ല. കിട്ടില്ല പടം, അടിപൊളി പടം. മറ്റേ നമ്മളെ ജയക്ക് ശേഷം അൺലിമിറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ പടം, സൂപ്പർ പടം. നല്ല അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല കോമഡി ആയിരുന്നു. നസ്ൽ നന്നായിട്ട് അഭിനയിച്ച് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും സിനിമ കൊള്ളാം, നല്ല സിനിമ. മാത്യുവിൻ്റെ അഭിനയം നല്ല അഭിനയമായിരുന്നു. ഇല്ല, മാത്യുവിനെ പൊക്കിയടിച്ച ഒരു രീതിയിലുള്ള നല്ല കോമഡിയാണ് കേട്ടോ, നല്ല കോമഡിയാണ്. കൊള്ളാം, അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല, ഇഷ്ടപ്പെട്ടു. ഫുള്ള് കോമഡിയാണ്, അടിപൊളി സിനിമ. സ്റ്റാർട്ട് ടു എൻഡ് വരെ അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച്. ഇല്ല, അടിപൊളി സിനിമ. തുടക്കം മുതൽ അവസാനം വരെ സൈഡായി പോയി. മറ്റേ 18+ പോലെ ഈ പടത്തിലും ഒരുപാട് ക്യാരക്ടർ കൊടുക്കണമായിരുന്നു. നന്നായിട്ടുണ്ട്, എല്ലാ പടവും ഇപ്പോൾ പ്രോമിസിംഗ് ആണ്. താങ്ക് യു. കാണായിരുന്നു, കൊള്ളാം, നല്ല രസമാണ്, അടിപൊളി സിനിമ. കൊള്ളാം, അടിപൊളി. നെസ്ലിൻ കൊള്ളാം, മമത കൊള്ളാം, എല്ലാവരും അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ടുണ്ട്. ഇല്ല, ഇതിൽ മാത്യുവിനായിട്ടുള്ളൊരു ചെറിയ റോളുണ്ട്, അത് മാത്യു അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ സിനിമയ്ക്ക് മാത്യുവിന് വലിയ റോളിന് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ സിനിമ നല്ല രസമുണ്ട്, നമുക്ക് അങ്ങനെ വേർതിരിച്ച് കാണാനല്ല, സിനിമയായിട്ട് ഉള്ളതൊരു അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഫ്രഷ് ഐറ്റം, ടോട്ടലി ഫ്രഷ്. പ്രേമം ക്ലീശ ആണെങ്കിലും ഇതിലൊരു ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ട്. ന്യൂ ജനറേഷൻ എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ പോകുന്ന അറിയില്ല, പൈസ കൊടുത്ത വർത്താണ്.
കുറേ നാളെ ഇങ്ങനെ മലയാള സിനിമയിൽ നല്ലൊരു പടമൊക്കെ വന്നു. കൊള്ളാം, നല്ല രസമുണ്ട്, ഫീൽ ഗുഡ് ആണ്. പ്രോമിസിങ് അവർ എല്ലാവരും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സൊന്ന് നിറയും, തൃപ്തിയാവും, ഫ്രഷ് ആവും. കൊള്ളാം, നല്ല രസമുണ്ട്.